ഗർഭധാരണ സമയത്ത് ധാരാളം പോഷകങ്ങൾ ശരീരത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റും പ്രോട്ടീൻ ഉള്ളതും വൈറ്റമിൻ മിനറൽസ് ഒക്കെ ഉള്ള ഒരു പോഷകാഹാരങ്ങൾ അടങ്ങിയ ഒരു ആഹാരമാണ് പറയുന്നതെങ്കിലും ഗർഭധാരണത്തിന് ശേഷം, ഡെലിവറിക്ക് ശേഷം കൂടുതൽ ന്യൂട്രിയൻസ്, കൂടുതൽ പോഷകങ്ങൾ അമ്മയ്ക്ക് ആവശ്യമാണ്. പാല് കൊടുക്കുന്നത് കൊണ്ട് ശരീരത്തിൽ നിന്ന് ഉള്ള കൂടുതൽ ഗുണങ്ങൾ പാലിലൂടെ കുട്ടിക്ക് ചെല്ലുന്നത് കൊണ്ട് അമ്മയുടെ ആഹാരത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോട്ടീനും വൈറ്റമിൻ മിനറൽസും എല്ലാം വേണം. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറുപരിപ്പ്, കടല, പാലുൽപ്പന്നങ്ങൾ, പാല്, തൈര് അങ്ങനെയുള്ളത് എടുക്കാം. നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇറച്ചി, മീന്, മുട്ട തുടങ്ങിയ സാധനങ്ങളൊക്കെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സ്, നട്ട്സ് ഒരു പരിധി വരെ. ഇത് കൂടുതൽ ഫാറ്റ് ചെല്ലാനും പാടില്ല, പക്ഷെ എന്നാലും നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആവശ്യമാണ് താനും. അതുപോലെ തന്നെ വൈറ്റമിൻ സി, നമുക്ക് നോർമൽ രീതിയിൽ വേണ്ടുന്നതിന്റെ ഡബിൾ ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ സിയും പ്രോട്ടീനിന്റെ നീഡ് വളരെ കൂടുതലാണ് ലാക്ടേറ്റിംഗ് പീരീഡിൽ. പിന്നെ വിറ്റമിൻ മിനറൽസ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ വെള്ളം വളരെ ആവശ്യമാണ്. ലാക്ടേറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലൂയിഡിന്റെ നീഡ് ബോഡിക്ക് വരും. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. പലരും ആ സമയത്ത് ഡയറ്റിംഗ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് കൂടുതൽ ദോഷം ഉണ്ടാക്കും. കാര്യം, കുട്ടിക്ക് പാല് കൊടുക്കുകയാണെങ്കിൽ തന്നെ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ വെയിറ്റ് കുറഞ്ഞ നോർമൽ വെയിറ്റിലേക്ക് എത്തും. രീതിയിൽ എല്ലാവർക്കും തന്നെ ഒരു പോഷകാഹാരം ആവശ്യമാണ്. പോഷകാഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു പോർഷൻ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഒരു പോർഷൻ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്, പിന്നെ പച്ചക്കറികൾ, ഇതെല്ലാം അടങ്ങി തൈര്, ഇതെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് എല്ലാ സമയത്തും ആവശ്യമാണ്. ഓരോരുത്തരും ചെയ്യുന്ന ജോലി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതിന്റെ നീഡിന്, അതിന്റെ പോർഷൻസ് കുറച്ച് വ്യത്യാസമായിരിക്കും. ശരീരത്തിലെ എല്ലാവരുടെയും ശരീരത്തിൽ നമ്മൾ കാണാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻസൈഡ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മെറ്റബോളിസം എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കാനും ഇന്റേണൽ ഓർഗൻസിന് വേണ്ടുന്ന എനർജിയും നീഡും, അപ്പൊ ഡെയിലി നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പോഷകാഹാരങ്ങൾ, സമീകൃത ആഹാരം റെക്കമെൻഡ് ചെയ്യുന്നത്, ബാലൻസ്ഡ് ആയിട്ട്. ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ലിമിറ്റിൽ മാത്രം ഉപയോഗിക്കുക. കൂടുതൽ വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി കണ്ടമാനം വേണ്ട ഈ ഫാറ്റ് അടങ്ങിയ സാധനങ്ങൾ. അതുപോലെ ധാന്യങ്ങളും ഒക്കെ ഒരു നമുക്ക് വേണ്ടുന്ന പോർഷൻ അറിഞ്ഞ് ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് സഹായിക്കും. കുട്ടിക്ക് വേണ്ടുന്ന പോഷകങ്ങളൊക്കെ അമ്മയിലൂടെ ലഭിക്കുകയും ചെയ്യും. അമ്മയുടെ ശരീരത്തിനും കുറവുകളൊന്നും സംഭവിക്കത്തില്ല. ഗർഭധാരണത്തിന് ശേഷം ഭാരം നിയന്ത്രിക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി ഒരു ഡയറ്റ് പ്ലാൻ അതിനനുസരിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാരം അധികം കൂടത്തില്ല. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങൾ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും പാലിലൂടെ ലഭിക്കുകയും ചെയ്യും. പിന്നെ ഒരു വയസ്സിനൊക്കെ ശേഷം മാത്രം അതിനെ പറ്റിയിട്ട് ആലോചിച്ചാൽ മതി. എന്തായാലും 6 മാസം വരെ പാല് കൊടുക്കുന്ന സമയത്ത് ഡയറ്റിംഗ് ഒന്നും ചെയ്യാത്തതായിരിക്കും നല്ലത്. പക്ഷെ നമ്മൾക്ക് വേണ്ടുന്ന പോഷകങ്ങൾ അടങ്ങിയ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തീർച്ചയായിട്ടും കഴിക്കണം.